ഇതി സമ്യക് വിമൃശ്യൈത നിർവാഹ്യമിതി ചേന്മതിഃ പ്രസന്നാസ്യാത് തദ പ്രാജ്ഞോ ഗാർഹസ്ഥ്യായ പ്രവർത്തത. ഇതി ഇപ്രകാരം സമ്യക് വിമർശ്യ നല്ലതുപോലെ നിരൂപണം ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഏതത് നിർവാഹ്യമിതി ഇത് നിർവഹിക്കേണ്ടതാണെന്ന് മതിഹി ബുദ്ധി പ്രസന്നയായിട്ട് ഛേദസ്യാത് ഭവിക്കുകയാണെങ്കിൽ തദഹ അനന്തരം പ്രാജ്ഞഃ ബുദ്ധിമാൻ ഗാർഹസ്ഥ്യായ ഗൃഹസ്ഥാശ്രമധർമ്മത്തിനായിട്ട് പ്രവർത്തിക്കട്ടെ. ഈ ധർമ്മശാസ്ത്രം നല്ലവണ്ണം മനസ്സിലാക്കണം. നമ്മൾ ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ സുഖവും ഐശ്വര്യവും പൂർണ്ണതയും ഒക്കെ നേടണമെങ്കിൽ ധർമ്മം അറിയണം. ധർമ്മം അറിയാതെ ഒരു മൂല്യബോധമില്ലാതെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തകർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ടാണ് പറയുന്നത് സമ്യക് വിമർശ്യ നല്ലപോലെ അതിനെ മനസ്സിലാക്കണം. വിമർശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരൂപണം ചെയ്ത് മനസ്സിലാക്കണതല്ല. പഞ്ചമഹായജ്ഞത്തെക്കുറിച്ചൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കണം. എന്നിട്ട് തെളിഞ്ഞ ബുദ്ധിയോട് കൂടിയിട്ട് പ്രസന്നാമതിഹി ബുദ്ധി നല്ലവണ്ണം തെളിയണം. അതിൽ കാർമേഘങ്ങൾ വന്ന് മൂടിയാലൊന്നും കാണുകയില്ല. തെളിഞ്ഞ ബുദ്ധിയോണ്ട് ചിന്തിച്ചതിന് ശേഷം അവൻ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിനായിട്ട് പ്രവർത്തിക്കണം. ആ ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുകയാണ്. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടരുത്. ഗാർഹസ്ഥ്യധർമ്മത്തിൽ ദുഃഖം വന്നു കഴിഞ്ഞാൽ ഉടനടി അവർ സന്യാസം സ്വീകരിക്കാമെന്ന് വിചാരിക്കും. പകുതി വെച്ച് നിർത്തും ഗാർഹസ്ഥ്യം. സന്യാസമാണെങ്കിൽ വളരെ എളുപ്പമാണെന്ന് വിചാരിക്കും. പക്ഷെ സന്യാസം എളുപ്പമാകണമെങ്കിൽ ഗാർഹസ്ഥ്യത്തിലൂടെ അവരുടെ ചിത്തം ശുദ്ധമായിട്ട് തീരണം. എന്നാൽ മാത്രമാണ് കർമ്മഭാരമില്ലാതെ സന്യസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കർമ്മഭാരവും സന്യാസിക്കും ഉണ്ടാവും. അതാണ് പണ്ട് ഒരു കഥ പറയാറുള്ളത് പോലെ ഒരു കൗബീനം വരുത്തി വെച്ച വിന എന്ന് പറയും. ഒരു എലിയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടാവും നിങ്ങളത്. ഒരു സന്യാസിയുടെ കൗബീനം എലി കടിച്ചു. അദ്ദേഹം വിജനത്തിൽ താമസിക്കുക. ആകെ 2 കൗബീനം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്. അങ്ങനെ എലി കടിച്ചപ്പോൾ ഒരു കൗബീനം കിട്ടാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഭിക്ഷയ്ക്ക് ഗ്രാമത്തിലേക്ക് പോയപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവരൊരു കൗബീനം വാങ്ങിക്കൊടുത്തു. അപ്പോൾ പക്ഷെ അവരൊരു ഉപദേശവും കൊടുത്തു. എലിയെ ഓടിക്കാനായിട്ട് പൂച്ചയെ വളർത്താം സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പൂച്ചയെയും കൊടുത്തു അവർക്ക്, സ്വാമിക്ക്. അപ്പോൾ പൂച്ചയെയും കൊണ്ടുവന്നു. പൂച്ച ആശ്രമത്തിലെത്തിയപ്പോൾ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ പൂച്ചയ്ക്ക് പാല് കൊടുക്കണം. സന്യാസിക്ക് എവിടുന്ന് പാല് കിട്ടാനാണ്? അപ്പോൾ സന്യാസി വീണ്ടും ഭിക്ഷയ്ക്കായിട്ട് ഗ്രാമത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു, പൂച്ച എപ്പോഴും കരച്ചിലോട് കരച്ചിലാണ്, എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ അവർ പാല് കൊടുത്തു. എന്നിട്ട് അവർ ഉപദേശം കൊടുത്തു, ഒരു പശുവിനെ വളർത്തണം സ്വാമി എന്ന് പറഞ്ഞു. പശുവിനെ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ പശുവിനെ അവർ തരാമെന്ന് പറഞ്ഞു ഗ്രാമത്തിലുള്ളവർ. പശുവിനെ കൊടുത്തു അവർ. ആ പശുവിനെ കൊണ്ടുവന്നു. ആ പശുവിനെ കൊണ്ടുവന്നപ്പോൾ കർമ്മം വീണ്ടും കൂടി. കാരണം പശുവിന് പുല്ലരിയണം, വൈക്കോലിടണം, വെള്ളം കൊടുക്കണം. അപ്പോൾ ഗ്രാമത്തിലേക്ക് പോയി ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ വൈക്കോൽ ഇതൊക്കെ കൊടുത്തിട്ട് അവർ ഉപദേശം കൊടുത്തു, സ്വാമി ഇവിടെ നിന്ന് എപ്പോഴും ആൾ വന്ന് സഹായിക്കാനൊന്നും പറ്റില്ല, സ്വാമി ഒരു കല്യാണം കഴിച്ചേക്കുന്നു പറഞ്ഞു. അപ്പോൾ ഗ്രാമത്തിലൊരു പെൺകുടി തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ സ്വാമി കല്യാണവും കഴിച്ചു. അങ്ങനെ ജീവിതം കർമ്മത്തിലേക്ക് വിടുകയാണെങ്കിൽ, സന്യാസിമാരാണെങ്കിലും കർമ്മം പൂർവജന്മ കൃതങ്ങളാണ്. ഈ കർമ്മം ഇങ്ങനെ തഴച്ചിങ്ങനെ വളരും. അത് വളർന്ന് വീണ്ടും ബന്ധനം എന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൻ്റെ തലത്തിൽ ഈ വാസനകൾ കുറെ വിമലീകരിക്കപ്പെടുകയാണെങ്കിൽ ആ കീറിയ കൗബീനത്തിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു. കൗബീനമില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ കൗബീനം വരുത്തി വെച്ച വിനകൾ എന്ന് പറയുന്ന പോലെ കർമ്മങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരും മനുഷ്യന്.
അതാണ് പറയുന്നത് സമ്യക് വിമർശി, നല്ലവണ്ണം വിമർശിച്ച്, അതായത് നിരൂപിച്ച് മനസ്സിലാക്കണം. ഇതല്ലാതെ കർമ്മം എന്ന് പറയുന്നത് പുറത്തല്ല, അകത്താണ് ഇരിക്കുന്നത്. അകത്തിരിക്കുന്ന കർമ്മം ശുദ്ധമായാൽ മാത്രമാണ് പുറത്ത് നമുക്ക് പ്രലോഭനങ്ങളില്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് നല്ല പ്രലോഭനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും. വീണ്ടും 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 ജീവിതം ദുരിതക്കയത്തിലേക്ക് പോകാൻ വേറൊന്നും വേണ്ട. നല്ലവണ്ണം ഗാർഹസ്ഥ്യ ജീവിതം കർമ്മം ചെയ്ത് തീർത്തോളണം. പിന്നെ ഇനി ഒന്നും ഉണ്ടാകരുത്, ബാക്കിയിരിക്കരുത്. ഇനി നാളേക്ക് വേണ്ടിയിട്ട് ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കരുത്. ഇതേ ജീവിതം തന്നെ. സന്യാസം ജീവിക്കാൻ ആഗ്രഹിക്കണം. ഈ ജീവിതം തീർക്കണം. എന്നിട്ട് ഇനി ഇതിലും നല്ല സുഖം അടുത്തൊരു കല്യാണം കഴിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പം അടുത്ത ജന്മം വേണ്ടി വരും ഒന്നും കൂടി. ഇത് തന്നെയാണ് അടുത്ത കല്യാണത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത്ര സമ്പത്തോടു കൂടിയിട്ടും സൗന്ദര്യത്തോടു കൂടി കല്യാണം കഴിച്ചാലും ഇത് തന്നെയാണ് ജീവിതം. അപ്പം അതുകൊണ്ട് ബന്ധനം, ദുരിതം ഇതൊക്കെ മാറി മോക്ഷം എന്ന ആ തലത്തിലേക്ക് മനസ്സ് വ്യാപരിപ്പിച്ചെടുക്കണം. എപ്പോഴും അത് ഉയർത്തി എടുക്കണം. മോക്ഷം, സന്യാസത്തിലൂടെ മോക്ഷം. മോക്ഷമാണ് മനുഷ്യൻ്റെ പരമ സാക്ഷാത്കാരമായി പരമലക്ഷ്യമായിരിക്കുന്നത്. ഗാർഹസ്ഥ്യം പരമലക്ഷ്യമല്ല. ഗാർഹസ്ഥ്യം ഒരു വാതായനം മാത്രമാണ്, അതിലൂടെ കടന്നു പോകാനുള്ളതാണ്. അതുകൊണ്ട് നല്ലവണ്ണം ഇത് നിരൂപിച്ച് മനസ്സിലാക്കിയിട്ട് ബുദ്ധി പ്രസന്നമാക്കിയിട്ട് ഗാർഹസ്ഥ്യധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അതൊന്ന് ഒളിച്ചോടരുതെന്നാണ്.